രാഹുൽ പീഡനം നടത്തി മുങ്ങിയതോ? വിവാദത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ 2 ആഴ്ചയായി പേര് പറയാതെ, എന്നാൽ കേട്ടാൽ രാഹുലാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ പറ്റാവുന്ന വിധത്തിൽ പല മാധ്യമങ്ങളും പല ആരോപണങ്ങളും പടച്ചുവിടുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുത്തനെ നശിപ്പിക്കുവാൻ ഏറ്റവും നല്ലത് പെണ്ണുകേസാണ്. കോൺഗ്രസിൽ പല നേതാക്കളെയും ഒതുക്കിയിട്ടുള്ളതും പെണ്ണുകേസ് കൊണ്ടാണ്. അത് പടച്ചുവിട്ടിട്ടുള്ളതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇന്ന് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന യുവനേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നേ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്ന്. ഇവിടെ പോപ്പുലാരിറ്റിയിൽ അസൂയ പോണ്ട അനേകം നേതാക്കളുണ്ട് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ. ഉദാഹരണത്തിന് റീൽസ് വിവാദം കത്തിച്ചു വിട്ടവർ. പല മുതിർന്ന നേതാക്കൾക്കും ഇവരോട് പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഇവരെ പ്രത്യേകിച്ച് രാഹുലിനെ ഒതുക്കുവാൻ ഒരു അവസരം പാർത്തിരിക്കുമ്പോഴാണ് ഇവർക്ക് അടിക്കുവാനായി നല്ലൊരു വടി കിട്ടിയത്. ഈ വിവാദം വന്നപ്പോൾ രാഹുൽ പ്രതികരിക്കാതിരുന്നപ്പോൾ പലർക്കും സംശയം തോന്നാതിരുന്നില്ല, ഇത് സത്യമാണോ എന്ന്. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ രാഹുൽ ഇടിമിന്നൽ സ്പെല്ലിൽ തന്നെ പ്രതികരണവുമായി വരുന്നതാണ്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, രാഹുലിന്റെ ബോഡി ലാംഗ്വേജും ആ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ഒക്കെ നോക്കിയാൽ ആളാകെ ഒന്ന് ഉലഞ്ഞ മട്ടും ഭാവവുമായിരുന്നു. എന്നാൽ നാളിതുവരെ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ യാതൊരു തെളിവും ആരോപിക്കുന്നവർക്ക് ഹാജരാക്കുവാൻ സാധിച്ചില്ല. രാഹുലിനെതിരെ ഇതുവരെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിട്ടുമില്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാഹുലിന്റെ ആ പ്രതികരണം കാണുക. ഒളിവിൽ പോയ കാലം വല്ലവർക്കും മക്കളുണ്ടാക്കിയവരും പാർട്ടി ഓഫീസിലെ ബെഞ്ചിലിട്ട് സ്വർഗഭോഗം നടത്തിയവരും ഒക്കെ മുഖ്യമന്ത്രി പദവും പാർട്ടി അധ്യക്ഷ പദവും ഒക്കെ അലങ്കരിച്ചിട്ടുള്ള നാടാണ് നമ്മുടേതെന്ന് മറക്കരുത്. കിണ്ടിയുള്ള നേതാക്കൾക്കുണ്ടാകാവുന്ന ചെറിയൊരു ന്യൂനതയായി മാത്രം നാം ഇതിനെയൊക്കെ കണ്ടാൽ മതി. എന്നെ തെറി പറയണ്ട, ഞാൻ പോകുവാണ്. മുഖമില്ലാത്ത നമ്മളത് പ്രതികരിച്ചു പോലും അവർക്ക് സ്പേസ് കൊടുക്കാൻ പറ്റില്ല. പ്രതികരിക്കുന്നില്ല, പ്രതികരിച്ച് സ്പേസ് കൊടുക്കാൻ പാടില്ല. നിയമ നടപടി സ്വീകരിക്കും. ഈ നാട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇത് CPM അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അറിയാതായിരിക്കും. വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ? ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനു അഡ്രസ് ചെയ്യണം? എന്തിനു അഡ്രസ് ചെയ്യുന്നത്? അവരെ നമ്മൾ അല്ല, പല ആളുകളെ പറ്റി പറയുന്നു. നമ്മൾ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? ആർക്കെതിരെയും പറഞ്ഞു. രാഹുൽ മാത്രമല്ല, മറ്റൊരു സ്ത്രീ കൂടി അതിന്റെ ഭാഗമാണ്. ഒരു മാധ്യമപ്രവർത്തക സ്ത്രീ കൂടി ഇതിലേക്ക് വലിച്ചു. അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന, അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ? അവർ നിയമപരമായി പോകട്ടെ, അതല്ലേ അതിൻ്റെ മാന്യത. അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. അപ്പം വയനാട് കഴിഞ്ഞോ? അതിന് മുന്നേ ഉള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞോ? ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു. വലിയ ഭൂരിപക്ഷം കിട്ടി, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് രാഹുലിന്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വ്യക്തിപരമായിട്ട് രാഹുലിന് വലിയ ഇതുണ്ടാവില്ല. എന്ത് കുഴപ്പമാണുള്ളത്? എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു? ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഹൂ കെയേഴ്സ്? ഞാൻ ചോദിക്കുന്നതാണ്. ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെപ്പറ്റി എന്തും പറയാം. നാളെ നിങ്ങളെപ്പറ്റിയും പറയാം, ആരെപ്പറ്റിയും ആർക്കും പറയാം. ഹൂ കെയേഴ്സ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.